Hello everyone, this is Amir. So നമ്മൾ ഇന്ന് സ്നോ കാണാൻ വേണ്ടി ലണ്ടനിൽ നിന്ന് കുറച്ച് ദൂരത്തുള്ള സ്ഥലത്തേക്ക് വന്നതാണ്. ബേസിക്കലി എന്താ പറയാ, 3 hour ഡ്രൈവ്. കാരണം ലണ്ടനിൽ ഭയങ്കര കുറവാണ് സ്നോ. സോ നമ്മൾ ലണ്ടനിൽ എന്തിനാണ് സ്നോ കാണാൻ വേണ്ടി വന്നതാണ്. Look, it's beautiful. The white fields, you see? ഓടല്ലേ നമുക്ക് snow, yeah, come on then. സ്നോ പെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇത് നമ്മൾ ഷിറാസ് മുത്തുമണി ഉണ്ട്. അവനിതൊരു സ്നോ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവനക്ക് കൂടിയാണ് മെയിനായിട്ട് വന്നത്. ഡെഡിക്കേറ്റഡ് ആണ് കേട്ടോ ഷിറാസിന്. ചെക്ക കളിക്കുന്നുണ്ട്, ആവേശം. Don't do that, cuz. This is beautiful. Trust me. ഫുള്ള് ആവേശമായിട്ട് ഡാൻസിലെ കളികളോട് ഇരിക്കുമ്പോൾ ഒരു മോട്ടോർ വേ തന്നെയാണ് ഡാൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല സ്നോ ഉണ്ടാകുന്നു. പക്ഷേ നമ്മൾ മാപ്പ് നോക്കി വന്നതാണ്. എന്തായാലും ഉഷാറാക്കിന് സംഭവം എല്ലാവരും എൻജോയ് ചെയ്ത് കീഴിലായിരുന്നു. നല്ല രസമാണിത് ഇങ്ങനെ കളിക്കാനും എല്ലാവരും കൂടിയിട്ട്. ഇതിലേറ്റവും ബെസ്റ്റ് ഡ്രൈവാണ് സ്നോയിൽ. ഇങ്ങനെ രണ്ട് സൈഡിലും വൈറ്റ് സ്റ്റഫൊക്കെ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ നല്ല രസമാണ്. ഇത് കാണാത്തവർക്ക് എന്തായാലും അത്ഭുതം തന്നെയാണ്. സോ യു നോ, like Shiraz, yeah, man, like Shiraz, having good time. Yeah, driving in snow pool, proper tinted, yeah. Look, bro, it's all white stuff everywhere. See, madness, yo, madness, total madness. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 മണിക്കൂർ ലണ്ടനിൽ. കാരണം നിങ്ങൾ സ്കോട്ട്ലൻഡൊന്നും പോകേണ്ട ആവശ്യമില്ല സ്നോ കാണാൻ. ഇപ്പോൾ ഈ പ്രാവശ്യം നല്ലോണം ഇംഗ്ലണ്ടിൽ തന്നെ സ്നോ ഉണ്ട്. സോ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് വരാനേ ഉള്ളൂ. ട്യൂറോ എടുത്ത് വന്നാണ്. അപ്പോൾ ഉണ്ട് ഒരു ദിവസത്തെ കാറൊക്കെ. ട്യൂറോ ഇല്ലാത്തൊരു ടൂർ രജിസ്റ്റർ ചെയ്താൽ മതി. ഒന്ന് അടിച്ചു പൊളിക്കാം. ഗെറ്റ് മീ. നമ്മൾ പറഞ്ഞ പോലെ സ്നോക്ക് ഇഷ്ടം പോലെ കിട്ടി നമുക്ക്. ഞാൻ പറഞ്ഞില്ല ലണ്ടനിൽ സ്നോ കുറവായിട്ട് നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ്. എൻ്റെ പുതിയ ഫ്രണ്ട്സ് നിങ്ങൾ അറിയല്ലോ, ഫവാസും പിന്നെ ഷിറാസൊക്കെ സ്നോ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ഇഷ്ടം പോലെ സ്നോ കിട്ടി. വണ്ടി ഓടിച്ച് പൊളിക്കാണ്. സ്നോയിലൊക്കെ വണ്ടി ഓടിച്ച് തകർത്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് സ്നോ ഡ്രൈവിംഗ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് സ്നോ ഡ്രൈവിംഗ്. വണ്ടിയെ വന്നിട്ട് എത്ര മാസം 2 ദിവസം കൊണ്ട് സ്നോ കണ്ടു ചെക്കന്. ഭാഗ്യവാൻ. ഇവിടെ വന്നിട്ട് സ്നോ ഉണ്ട്. നാട്ടിലൊന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല. നാട്ടിൽ ഏടിയും പോയിട്ടില്ല. ഷിംല, മനാലി ഏടിയും പോയിട്ടില്ല. സോ ഇപ്പൊ ലണ്ടനിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സ്കോട്ട്ലാൻഡൊന്നും പോകണ ആവശ്യമില്ല. നമ്മളൊക്കെ സ്കോട്ട്ലാൻഡിൽ സ്നോ കാണാനും മീൻസ് ആ ഒരു വെതർ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. ഇപ്പൊ ലണ്ടനിൽ ഉള്ളവരും ഒക്കെ. അപ്പോൾ അത്രയും ദൂരം ഉണ്ടല്ലോ നിങ്ങൾ. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിൽ നല്ലോണം സ്നോ ഉണ്ട്. അപ്പോൾ കുറച്ച് 3 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. ഓക്സ്ഫോർഡിന്റെ ഒക്കെ അടുത്താണിത്. നല്ലോണം സ്നോ ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്നോ ഉണ്ട് കുറേ സ്ഥലങ്ങളിൽ. ഡിഫറെൻറ്റ് ലൈക്ക് 5 മൈൽസിൽ ഡിഫറൻസിലാണ്. ലൈക്ക് നിങ്ങൾ 5 മൈൽസ് കഴിയുമ്പോൾ സ്നോ ഉണ്ടാവും, 5 മൈൽസിൽ ഇല്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് സ്നോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നും സ്നോ കാണുന്നില്ല. നമ്മൾ വന്ന വഴിക്കൊക്കെ ഫുൾ ഉണ്ടായിരുന്നു. ടോട്ടലി വണ്ടർഫുൾ ഡേ. നല്ല എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ വേറൊരു വില്ലേജ് ഒക്കെ പോയി. നൈസ് ആയിട്ടുള്ള നല്ലൊരു വൈബായിരുന്നു. മോർണിംഗ് അവിടെ എത്തിയിട്ട് നല്ല സെറ്റ് ആയിരുന്നു. മോർണിംഗ് എത്തി അവിടെ കുറച്ച് കറങ്ങിയിട്ട് കുറച്ച് ലൈറ്റ് വന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. അടിപൊളി. ഇതാണ് ഞാൻ പറഞ്ഞ വില്ലേജ്, കാസിൽ കോം വില്ലേജ്. പൊള്ളി സ്ഥലമാണ്. നൈസ് സൗണ്ട് കേട്ടോ നിങ്ങൾ. നല്ല പോകുന്നത് വേറൊരു റെസ്റ്റോറൻറ്റ്. ഞാനിപ്പോൾ ഈ സ്ഥലത്താണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചതാണ്. ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. എന്താ എൻ്റെ പേര്? സൈസ് മെർച്ചൻ്റ് ചേള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ, ഈ ഏരിയ വരുന്നവർക്കൊക്കെ നല്ലതാണ്. ഇവിടെ ഓക്സ്ഫോർഡിൻ്റെ അടുത്താണിത്. സോ നമ്മൾ കാര്യമായിട്ടൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. സോ ഞാൻ പറഞ്ഞില്ല മലയാളി റെസ്റ്റോറൻറ്റ് പോവാണ്. സോ ഇതാണ് റെസ്റ്റോറൻറ്റ്. ഞാൻ കുറച്ചൊന്ന് കാണിച്ചു തരാം. സോ നൈസ്, പൊളിയാണ്. സെറ്റ് ചെയ്ത് നോക്കുന്നു. Is that a new restaurant? Is it newly opened? How long? You don't know? 15 years? Wow.
നമുക്ക് പുതിയതാണ് എന്തായാലും. കേരളത്തിലെ മാപ്പൊക്കെ ഉണ്ടോ? കണ്ണൂരൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഐ തിങ്ക് ഇറ്റ്സ് എ ഫൈൻ ഡൈൻ ലൈക്ക് യു നോ. എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് കണ്ടിട്ട്? പറ. ഡ്രിങ്ക്സ് മെനു നമുക്ക് വേണ്ട, നമുക്ക് ഫുഡ് മതി. സോ ദിസ് ഇസ് വെജിറ്റേറിയൻ country, a lot of things. A massive menu ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. ഞാനൊരു ഐഡിയ ആണ് ഉദ്ദേശിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മെനു ഉണ്ടോ, നിങ്ങൾ കമ്പാരിറ്റീവ് നല്ല ചീപ്പാണ് കേട്ടോ. 2.5 പൗണ്ടിന് റൈസ്. സാധാരണ നമ്മൾ എല്ലാത്തിനും 6 പൗണ്ട് 6.5 പൗണ്ടൊക്കെ ആണ്. കാരണം ഇതൊരു നല്ല ഫൈൻ ഡൈനാണ്. ആ സ്ഥലത്ത് ഇത്രയും ചീപ്പായിട്ടൊക്കെ കറീസൊക്കെ ഉണ്ടോ 8.95 ഒക്കെ ആണ് നോർമൽ. ഇത്രയും നല്ലൊരു ഫൈൻ ഡൈനിൽ നല്ലൊരു പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നോക്കി എന്നാണ് ഫൈറൂസും പറഞ്ഞത്. ഫൈറൂസാ അതെ, സാധാരണ കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പാണ്. ഡക്ക് റോസ്റ്റ് ഉണ്ടോ? എന്നാൽ പിന്നെ തന്നെ ഞാൻ ചിക്കൻ കഴിച്ചല്ലോ നമ്മൾ ഒരുമിച്ച്. എന്താ ഓർഡർ ചെയ്യുന്നത്? പിന്നെ ഫവാസ് അങ്ങനെ ആളെ പരിചയപ്പെട്ടു. ഫവാസ് അങ്ങനെ ഒരു വിദഗ്ധനുണ്ടോ, പെട്ടെന്ന് ആൾക്കാരെ പരിചയപ്പെടും. First of all, lemon tea. So, mango lemon tea in it. Lemon tea, Yeah. പോപ്പത്തിങ് So this is a starter. So some എന്താണ് chicken? ചിക്കൻ 65 Chicken 65. the proper Kerala. So some chicken 65 on table. And കുറച്ച് എന്തൊക്കെ ഉണ്ട്. വേറെന്താണ്? സോസ് എല്ലാം ഉണ്ട്. Like പക്ക കേരള സ്പൈസ് ആട്ടോ യൂസ് ആക്കിനെ. Is it nice? Yeah. ഞാൻ തിന്നിട്ടുണ്ടോ? അല്ലേ പിന്നെ ഇവർക്ക് കളി. Thank you. പൊളിട്ടോ? ഓ അടിപൊളി. 65 അടിപൊളി കേട്ടോ. നല്ല സോൾട്ടി ഒക്കെ ആയിട്ട്. നമ്മള് കഴിക്കുന്ന മലയാളി ഫുഡിൽ ഫോട്ടോ എടുത്തിനോ? സത്യം പറഞ്ഞാൽ നല്ല ക്രഞ്ചിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ കഴിച്ചെന്ന് ഒരു വെറൈറ്റി ആയി തോന്നുന്നുണ്ട്. ഞാൻ ലണ്ടൻ കഴിച്ചതിൽ 65 നാട്ടിൽ എങ്ങനെയാണ് കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറേ കഴിച്ചിട്ട്. ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നൊരു ഫ്യൂഷനാണെന്ന് തോന്നുന്നു. പൊറോട്ട, കേരള പൊറോട്ട, lamb curry. This is duck roast. Duck roast. And this is again lamb. Lamb purity. Yeah, so പൊറോട്ട അടിക്കൽ ഒരു സ്റ്റൈൽ ഉണ്ട്. ഇങ്ങനെ പിടിക്കാം. പൊറോട്ട പൊറോട്ട അടിക്കൽ കേരള പൊറോട്ട അടിക്കൽ സ്റ്റൈലിംഗ് ആണ്. പൊറോട്ട അടിക്കുന്നത് ഒന്ന് വീഡിയോ എടുക്കട്ടെ. ഞാൻ പൊറോട്ട കഴിക്കാൻ പൊറോട്ട എടുക്കാൻ ഇങ്ങനെ വെക്കാം. നല്ല കിടിലം പൊറോട്ടയാണല്ലോ. ഫ്രഷ് ഇത് രണ്ടാണോ ഒന്നാണോ? ഫ്രഷ് പൊറോട്ട. ഡക്ക് റോസ്റ്റ് ആണ് ആദ്യം എടുക്കുന്നത്. കുറച്ച് എന്തെങ്കിലും എങ്ങനെ പൊറോട്ട എടുക്കുന്നത്? എങ്ങനെ ഡക്ക് എടുക്കാം. കുറച്ച് വെക്കാം. ഡക്ക് എന്തായാലും കുറേ കഴിച്ചിട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടുണ്ടോ? ഡക്ക് നല്ല എനർജിക്ക് നല്ല. നാട്ടിൽ വല്ലപ്പോഴും എനിക്ക് നല്ലത് എനിക്ക് നല്ലത് വെജിറ്റേറിയൻ അല്ല, ഇത് ഫ്രൂട്ട്സ് അല്ല, ഇത് അൽബേരിയൻ. സോ ഡക്ക് കറി കഴിച്ചിട്ട് കുറേ ആയി. സോ ദിസ് ഈസ് ഡക്ക് കറി. This is Amir. ബിസ്മില്ലാ. അയ്യോ, ഞാൻ ഡക്ക് ഫസ്റ്റ് ടൈം ആട്ടോ. ഓ പൊറോട്ട കഴിച്ചിട്ടോ. നാടൻ പൊറോട്ട. നാട്ടിലൊരു മലബാർ പൊറോട്ട എന്ന് അറിയുന്നു. ഏത് നാട്ടിലൊരു മലബാർ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ പൊറോട്ട ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ ക്രഞ്ചി പൊറോട്ടയാണ്. പൊറോട്ട ഇങ്ങനെ പിടിക്കാം. ഇതാ മാഷാഅല്ലാ. ഇതെങ്ങനെയുണ്ട്? അടിപൊളി. അങ്ങനെ ടേസ്റ്റ് കേട്ടോ. സത്യം പറയാലോ. മാഷാഅല്ലാ അടിപൊളി. നമ്മൾ ബ്ലോഗ് ഫുഡ് അങ്ങനെയൊന്നല്ല. ടു ബി ഓണസ്റ്റ് നല്ല കുറെ കാലം ഇത്ര നല്ല ഫുഡ് കഴിച്ചിട്ട്. സത്യം ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പുതിയ ടു ഷെഫ് ആരായാലും അയാൾക്ക് വലിയൊരു സല്യൂട്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. വെരി എന്താ പറയുക, ഈ ഭാഗത്തൊക്കെ വരുന്നവർ ഇവിടെ ജീവിക്കുന്നവരൊക്കെ എന്തായാലും വരണം.
I would say must come. ഡക്ക് കാരണം ഇവിടെ നമുക്ക് വല്ലങ്ങനെ കിട്ടില്ല, പ്രത്യേകിച്ച് ഔട്ട്ലൻഡ് ഏരിയാസിലൊക്കെ വളരെ റെയറാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. ഇന്ത്യൻ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ മലയാളി. സോ ഇത് മലയാളി തന്നെയാണ്. പ്ലസ് അവിടെ പോയ സാധാരണ അറബുശാലയാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാരെ പറ്റിക്കുന്ന റെസ്റ്റോറൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അത്യാവശ്യം നല്ല പ്രൈസുമാണ്, പിന്നെ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. മാഷാ അല്ലാഹ്, ഒരു രക്ഷയില്ല. ജെനുവിനായിട്ട് എനിക്ക് പേഴ്സണലി നല്ല ഫുഡ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഡക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് കഴിക്കുന്നത്, നല്ല ടേസ്റ്റ്. ഇവിടുത്തെ പൊറോട്ട ഉണ്ടല്ലോ, പൊറോട്ട രക്ഷയിലുണ്ട്, ഭയങ്കര സൈസാണ്. നമ്മൾ 15 ഓർഡർ ചെയ്തത്, 5 പേർക്ക് 3 ഈച്ച്. അപ്പോൾ നമ്മൾ മാനേജർ കം ബോസ് ഐ ഗസ് മുപ്പര് പറഞ്ഞു, ഒരു പൊറോട്ട തന്നെ മുപ്പര് പറഞ്ഞു 10 മതി, നിങ്ങൾക്ക് പോകില്ല എന്നൊക്കെ. അതിപ്പോൾ മനസ്സിലായി, കാരണം അത്ര നല്ല വിൽപ്പുണ്ട്. നാട്ടിലെ വലിയ പൊറോട്ട ഇല്ല ആ സ്റ്റൈൽ. നാട്ടിലത്തെ 2 പൊറോട്ട എടുത്ത ഒരു പൊറോട്ട മീൻസ് ചില റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടോ വലിയ പൊറോട്ട. ഇവിടെ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ വെറും ഇതാ കൊടുക്കാം, എന്ത് ചില ഇസ്ലാം ഷോപ്പിലൊക്കെ പിന്നെ ചിലത് കോയിൻ പൊറോട്ട എന്നെല്ലാം പറയൂല. സോസ് മൈ അടിപൊളി റെസ്റ്റോറന്റ് ആണ് ഇത്. ഓക്സ്ഫോർഡ് ഭാഗത്ത് ആരും വരുന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറന്റ് തന്നെ. മലയാളം വരുന്നില്ല, എല്ലാവരും വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഇത് തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി റെസ്റ്റോറന്റ് സെറ്റപ്പ് എല്ലാം നോക്ക്, ഭയങ്കരത്തിലുണ്ട്, നല്ല ഹോസ്പിറ്റാലിറ്റി. So yeah, all done. Boss, പറയൂ. What you wanna say? Say something. അടിപൊളി ഫുഡ്. What is speciality? To be honest. സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞില്ല, നാട്ടിൽ നമ്മളെ സെയിം റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ്. ചിക്കൻ 65 ആയാലും പൊറോട്ട ആയാലും എല്ലാം നമ്മളെ നാട്ടിലെ എന്താ പറയാ കേരള ഫുഡ്. ലണ്ടനിലൊരു കേരള ഫുഡ് കഴിക്കണമെങ്കിൽ ലണ്ടനല്ല, നീ എന്താ പറയുന്നത്? ലണ്ടൻ അല്ല ഇത്. ഐ മീൻ ലൈക്ക് ഔട്ടർ ലണ്ടൻ ആണ്. ലണ്ടൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ എന്താ പറയാ ഔട്ട് ഇപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത വീഡിയോ ഈ സ്ഥലത്തിന് എന്താ പറയാ. സോ ഇതാണ് നമ്മുടെ സ്പൈസ് മെർച്ചൻറ്റ് മാംസ്ബറി. ഇറ്റ്സ് വെരി ക്ലോസ് ടു ഓക്സ്ഫോർഡ് ആൻഡ് സ്വിൻഡനൊക്കെ അടുത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുറേ നമ്മൾ മലയാളി കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ്. ഇപ്പോൾ ആൾക്കാർ എത്രത്തോളം എത്തിപ്പെട്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ എനിക്ക് 2-3 പേര് മെസ്സേജ് അയച്ചു, അവരെ വൈഫ് അവരെ നിർബന്ധിച്ച് കൊണ്ടുപോയെന്നൊക്കെ. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കയറി മലയാളികൾ നമ്മൾ അറിയാവുന്നവരാണ്, മീൻസ് എൻ്റെ അറിയാവുന്നവർ വിളിച്ച് പറഞ്ഞതാണ് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ടെങ്കിൽ പോയിക്കൊന്നു. സോ അപ്പോൾ എന്താക്കി, ആർക്കെങ്കിലും വരാനും 2 പേർക്ക് ഉപകാരപ്പെടും. ബോസിനായാലും നിങ്ങൾക്കായാലും കാണുന്നവർക്കായാലും ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതിയിട്ട് ചെയ്തതാണ് ബ്ലോഗ്. സോ പ്ലാൻഡൊന്നും ആയിരുന്നില്ല. ഫുഡ് സത്യം പറഞ്ഞാൽ ടു ബി ഓണസ്റ്റ് ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡായിരുന്നു. പ്രത്യേകിച്ച് പൊറോട്ടയുടെ സൈസ്, പിന്നെ താറാവ് എന്താണ് ഡക്ക് ഫ്രൈ ഉണ്ടല്ലോ, ഇറ്റ്സ് റിയലി ഡെലീഷ്യസ്. ഫസ്റ്റ് മെയിൻ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല, എവറിത്തിങ് വാസ് ഗുഡ്. സോ കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഫുഡൊന്നും ഇവിടെ വളരെ റയറായിട്ട് കഴിക്കും. മലയാളി ഫുഡ് നമ്മൾ വീട്ടിലുണ്ടാക്കും, പക്ഷേ അത് എത്രത്തോളം നമുക്ക് അത്രത്തോളം പെർഫെക്ഷൻ കിട്ടില്ല. സോ നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി. പെട്ടെന്ന് വയറ് നിറഞ്ഞു. കുറേ കോഫി കുടിച്ചായിരുന്നു രാവിലെ മുതൽ. ചെറിയൊരു മീലായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ടു ഗുഡ്. സോ എല്ലാവരും ട്രൈ ചെയ്യാം ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ. സോ ഇതാ ലാമ്പ് ഇവരെ വകയിൽ തന്നു നമുക്ക്, ലാമ്പ് കറി. സോ ബിഗ് ഷൗട്ട് ഔട്ട്. തന്നെ 20% ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട്. എടുക്കോ, നമുക്ക് ലാമ്പ് കറി ക്രിയേറ്റ് തന്നു. 20% ഡിസ്കൗണ്ട് തന്നു. 20% ഡിസ്കൗണ്ടാ. പിന്നെ ലാമ്പ് കറിയും തന്നിട്ടുണ്ട്. ലാമ്പ് കറി മാഷാ അല്ലാഹ്. എന്തായാലും ഞാൻ പറഞ്ഞില്ല അമീറ, ഇനി ഇവിടെ ഏത് ആൾ വരുന്നെങ്കിലും ഇപ്പോൾ നമ്മൾ എന്താ പറയാ ധൈര്യമായിട്ട് വരാം. അതായത് നമ്മൾ കഴിക്കുന്ന അതായത് ഫുഡിനുള്ള ലൈക്ക് അതെ നമ്മൾ കൊടുക്കുന്ന പൈസകളുടെ ക്വാണ്ടിറ്റി ഉണ്ട് ഫുഡ്. അല്ല ഉള്ളത് പറഞ്ഞു പറയാം. ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റ് പോലെ നമ്മൾ സ്റ്റുഡൻസിനെ കാണുമ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു പുച്ഛം എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ പൊതുവെ മലയാളി റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭയങ്കര റേറ്റ് ആണ്. എല്ലാ റേറ്റ് മാത്രമല്ല, സ്റ്റുഡൻസിനെ കാണുമ്പോൾ എന്താണ് സ്റ്റുഡൻസിനെ കാണുമ്പോൾ ചിലർക്ക് ഒരു ഇതാണ് നമ്മളെന്താ പക്ഷെങ്കിൽ ഇവരങ്ങനെ ആയിരുന്നില്ല. അവർ നല്ല സംസാരിച്ച് നമ്മളോട് നല്ല ഹോസ്പിറ്റാലിറ്റി വാസ് റിയലി ഗ്രേറ്റ്. ഞാൻ സത്യം പറയുകയാണ്, അത് സത്യമാണ്. നിങ്ങൾക്ക് അറിയാം, ഇവിടെ കാണുന്നവർക്ക് അറിയായിരിക്കും. അതുകൊണ്ട് ഈ ഭാഗത്ത് വരുന്നവർ ഫാമിലി ആയിട്ട് വരാനൊക്കെ ഒന്നും പറയാനില്ല, നിങ്ങൾ അടിച്ചു പൊളിക്കും എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ. സോ സോളിയോസ് ബിഗ് സ്പേസ് പാർട്ടിയൊക്കെ വേണമെങ്കിൽ വെക്കാൻ എനിക്ക് തോന്നുന്നത് നല്ലതായിരിക്കും. ബർത്ത്ഡേ പാർട്ടി വെക്കാണെങ്കിൽ പൊളിച്ചടക്കാം, ഒരു പ്രശ്നമില്ല. പിന്നാണ് ഇപ്പോൾ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് പാടാണ്, കൊറോണ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട്. സ്റ്റിൽ ഇഫ് യു ക്യാൻ ട്രാവൽ ലണ്ടനിൽ നിന്ന് വന്നിട്ടൊക്കെ വേണം. ഇവിടെ Tier 2 ആണ്, ഇപ്പോൾ 18 ഉണ്ട്. സോ അത് ഭയങ്കര പോയിൻ്റാണ്. ശരിക്കും ലീഗലി ഇത് പറയാൻ പാടില്ല, എന്നാലും നിങ്ങൾക്ക് വേണേൽ വരാം. യു ഗെറ്റ് മീ. സോ യാ ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നില്ല കേരളയുടെ മാപ്പിന്ന്. ഇതിനൊരു രഹസ്യം കൂടെ ഉണ്ട്. ഇത് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് വരച്ചതാണ് കേട്ടോ, കൈകൊണ്ട് വരച്ചതാണ് ഇതൊക്കെ.
It's really good. It's really good. I want to just appreciate your hard work. മൂപ്പര് വരച്ചാണ് പറയുന്നത്. ഇതിൽ കണ്ടോ പലത് വെറും ഒരു മാപ്പ് മാത്രമല്ല, അതിൽ പല കാര്യങ്ങളുണ്ട്. ഇതുണ്ടോ കാളയാണത്, എന്താണ് പാമ്പുണ്ട്, നിലമ്പൂർ ബസ്സെല്ലുണ്ട്, കുരങ്ങനുണ്ട്, ആനുണ്ട്, ബേക്കൽ ഫോർട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ കോഴിക്കോട് ഒന്നല്ല ഒതന്റിക് മലബാർ ഫുഡ്, എയർപോർട്ട്, ബേപ്പൂർ ഉണ്ട്, കടലുണ്ടി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. സെറ്റാണ്, ഭയങ്കര ആർട്ടിസ്റ്റ് ആണല്ലോ. പെയിന്റിംഗ് ആണ് ഇവിടെ മുഴുവൻ ഒരു പെയിന്റിംഗ് ആണ് പോലും. ഇത് ഹാപ്പി ഷെഫ് പൂച്ചാണ്ടോ, പൂച്ച സ്പീക്ക് മലയാളം. നല്ലൊരു ആംബിയൻസ് ആണ്. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ അവർ വരച്ചാൽ പോലും. സോ ആർട്ടിസ്റ്റാണ് ഇവിടെ ജോലി ചെയ്യുന്നത് കേട്ടോ, അത് നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് ആണ്. വെൽ ഡൺ, വെൽ ഡൺ. ഷൗട്ട് ഔട്ട്. യാ സോ ഇവിടെ ഒരാളുണ്ട് കേട്ടോ, നല്ല മുണ്ടൊക്കെ ഇട്ടിട്ട് സെറ്റാണ്. ഞാൻ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞു നല്ലൊരു ആംബിയൻസ് ആണ് റെസ്റ്റോറൻറ്റ്. സോ നിങ്ങൾക്ക് ചെറിയ പാർട്ടിക്ക് വെക്കണം, ബർത്ത്ഡേ പാർട്ടിക്ക് സെറ്റ് ആയിരിക്കും കേട്ടോ അല്ലേ. നമ്മളൊക്കെ ബർത്ത്ഡേ പാർട്ടിക്ക് ലണ്ടനിലൊക്കെ ഞാൻ റെസ്റ്റോറൻറ്റ് കൂടെ എടുക്കുമ്പോൾ അവിടെയൊക്കെ വരാറുണ്ട്. വലിയ ടീംസൊക്കെ വന്നിട്ട് ചെറിയ സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വലിയ സ്പേസ് യൂസ് ചെയ്യാനുള്ള ഇതിരുന്ന് എനിക്ക് തോന്നുന്നത്. സോ ഈ കൊറോണ ഒക്കെ മാറിയാലും നിങ്ങൾക്ക് വരാനും. സോ എനിവേ ഇവിടെ കൊറോണ സാനിറ്റൈസറൊക്കെ ഉണ്ട്, ബുക്സ് ഉണ്ട്, കുട്ടിയൊക്കെ വരക്കാനുള്ളതൊക്കെ ഉണ്ടാവില്ല, ഡ്രോയിങ്സ് ഒക്കെ. സോ യാ നമുക്ക് പുറത്ത് നോക്കാം. നല്ല രസമാണ് കേട്ടോ. ഈ ഒരു ഏരിയ തന്നെ ലണ്ടനൊന്നും പോലെയല്ല, എന്തായാലും ഡിഫറെൻറ്റ് ഏരിയ ആണ്. സി ഒരു ഒറ്റപ്പെട്ട ഏരിയ, അതിൽ കുറച്ച് വീട്, 1-2 വീട്. അത് എനിക്കൊന്ന് പഴയൊരു വീടായിരിക്കും ഇത്. അത് പബ്ബായിരുന്നു. ഓക്കെ ഓക്കെ, അത് ഇതിലേക്ക് കൺവേർട്ട് ചെയ്താണ്. സ്പൈസ് മെർച്ചൻറ്റ്, എലിഫൻറ്റ് ഫോട്ടോ ഒക്കെ ഉണ്ട് എൻ്റെ ഷെഫ്. സോ ഇവിടെ അടുത്ത് തന്നെ നമ്മളിപ്പോൾ കറങ്ങി വന്നതാണ്. അടുത്ത് തന്നെയാണ് എന്തൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും, പിന്നെ ഇവിടെ നടക്കാനും ക്ലൈംബിങ്, ഹൈക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ആൾക്കാർ വരും. ഇവിടെ പാർക്കിംഗ് ഇതിപ്പോ നിങ്ങൾ എല്ലാവർക്കും അലോട്ട് ആണ് ഈ പാർക്കിംഗ്? പിന്നെ നമ്മൾ ഇവിടെ സ്കൂളുകൾക്കൊക്കെ പാർക്കിംഗ് കൊടുക്കും സമയങ്ങളിൽ. അപ്പോൾ അവര് വൈകുന്നേരം വേണ്ടി എടുത്തോണ്ട്. ഇവിടെയൊക്കെ നല്ല അരുവിയാണല്ലോ അടുത്ത്. ഇവിടെ നല്ല ഒരു പുഴയാണ്, നല്ല മീനുണ്ടോ? മീനുണ്ടോ? ഫിഷിങ് അവിടെ അലോഡ് ആണോ? ഫിഷ് ആരും ഫിഷ് ചെയ്യില്ല ഇവിടെ. അല്ല, പൊതുവെ ഫിഷ് ചെയ്തിട്ട് അവിടെ തന്നെ പിടിച്ച് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഹോബിക്ക് വേണ്ടിയാണ് ഫിഷ് ചെയ്യുന്നത്. നാട്ടിലെ പോലെ പിടിച്ച് കറി വെക്കാനല്ല, ഫിഷ് ചെയ്തിട്ട് അത് തന്നെ തിരിച്ചിടും. കണ്ടോ, നൈസ്. അപ്പുറത്ത് നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട്. ആ വില്ലേജിലുണ്ടല്ലോ. സോ ഇതാണ് നിങ്ങൾ കാണുന്നുണ്ടോ, നല്ലൊരു രസമാണ് കാണാൻ തന്നെ. ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു മലയാളി റെസ്റ്റോറൻറ്റ്. സോ നമ്മൾ എവിടെ പോയാലും ഉണ്ടാവും നമ്മൾ ടീം ഉണ്ടാവും. സോ സി ഓസം ഓസം. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ആയി വന്നാൽ രസമായിരിക്കും. നിങ്ങൾ എൻജോയ് ചെയ്യും എന്തായാലും. ഔട്ട് സൈഡ് നിങ്ങൾക്ക് ഒരു ഫ്രീ സ്പേസ് കിട്ടുകയാണ് ഇത്രയും നല്ലൊരു ഇതിൽ. ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു ഏരിയ കാണുമ്പോൾ മുന്നേ ഇതുപോലത്തെ മലയാളി റെസ്റ്റോറൻറ്റ് പോയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അത് നല്ലൊരു പോയിന്റ് ആണ്. സത്യം പറയുന്നത് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. ഈസ്റ്റാമൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇതുപോലത്തെ ആംബിയൻസിൽ നമ്മൾ കഴിച്ചിട്ടില്ല, അത് സത്യം. പിന്നെ ഇതൊരു സാധാരണ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ് ഒക്കെ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ് കുറച്ചുകൂടെ കാണുക. പക്ഷേ ഇത് സൗത്ത് ഇന്ത്യൻ നമ്മളെ കേരള റെസ്റ്റോറൻറ്റ് ആണ്. സോ ദാറ്റ്സ് എ ബിഗ് തിങ് ടു ബി ഓണസ്റ്റ്, ബിഗ് തിങ്. ബിക്കോസ് നമ്മൾ ഉഷാറായി വരിക എന്നാണ് ഇതിനർത്ഥം. മലയാളിക്ക് കുറച്ച് ബിസിനസ് ചെയ്യാൻ പേടിയാണെന്ന് തോന്നി UK-ൽ. ഞാൻ കണ്ടിട്ടില്ല തീരെ. വളരെ റെയറാണ് മലയാളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ. ഇപ്പോൾ നല്ലോണം ആൾക്കാർ കൂടി വരുന്നുണ്ട്. എല്ലാവരും ധൈര്യമായിട്ട് ഇറങ്ങിയാണ്. സോ യാ, ദിസ് ഇസ് ഓൾ ഹാപ്പനിങ്. നിങ്ങൾ ഇപ്പോൾ കാസൽകോം വില്ലേജിൽ വരുന്ന ആൾക്കാരുണ്ടാവും. കാരണം അത്യാവശ്യം എനിക്കൊന്ന് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടപ്പോൾ 2-3 പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്നൊരു 10-15 മൈലേ ഉള്ളൂ. അതെ, സ്പൈസ് മെർച്ചൻ്റ് ഒന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കാണിക്കും. നിങ്ങൾ ഇപ്പോൾ അധികം ആൾക്കാർ ഫാമിലി ആയിട്ട് വേറെ ഉണ്ടോ? ഇല്ല, അത് തന്നെ വേറെയും പലതും. അതെ അതെ, ഓക്കെ. അത് അപ്പോൾ പൊതുവെ നമ്മളൊക്കെ സെർച്ച് ചെയ്യാറുണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ ടേക്ക് അവേ എന്നൊക്കെ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ, എസ്പെഷ്യലി സ്കോട്ട്ലാൻഡിൽ പോകുമ്പോൾ, പിന്നെ ഇതേപോലത്തെ ഏരിയകൾ പോകുമ്പോൾ നമ്മളെപ്പോഴും McD 2 ദിവസം ട്രിപ്പൊക്കെ വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എപ്പോഴും സെർച്ച് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഇനി ഇവിടത്തേക്ക് ഡയറക്റ്റ് നോക്കാം. സോ യാ, ഞാൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, എൻ്റെ ലിങ്കിലുണ്ടാവും. പിന്നെ ആർക്കെങ്കിലും
നിങ്ങൾക്ക് കൺഫേം ചെയ്യാനോ വിളിച്ച് ബുക്ക് ചെയ്യാനൊക്കെ വേണമെങ്കിൽ അതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നതാണ്. സോ നമ്മൾ ഇക്കാൻ്റെ നമ്പർ ഞാൻ കൊടുക്കും. നിങ്ങളുടെ പേര് മുത്തുക്ക? മുസ്തഫ. മുത്തുക്ക. സോ യാ, അപ്പോൾ എനിവേ താങ്ക് യു. ആരെങ്കിലൊക്കെ വരുമ്പോൾ എന്തായാലും ഓക്കെ. സോ അത്രേ ഉള്ളൂ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്കെല്ലാം ഫുഡിൽ ഇഷ്ടപ്പെട്ടില്ല. ഫുഡൊക്കെ അടിപൊളിയാണ്. ഒരു വെറൈറ്റി ഫുഡ് എനിക്കിന്ന് ഫീൽ ആയത്. കാരണം ഞാൻ ഡക്ക് മുമ്പ് കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഞാനതാ പറഞ്ഞത് നേരത്തെ. നമ്മൾ ചിക്കനേക്കാളും കുറച്ച് ആടാണല്ലേ. ആടാണല്ലോ നല്ല രസമുണ്ടനും. മൊത്തത്തിൽ നല്ല കിട്ടുന്ന വൈബാണ്. നല്ല നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ചില സമയത്ത് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു പുച്ഛായിരിക്കും. മീൻസ് ഇവിടുത്തെ മലയാളികൾക്ക് എല്ലാവർക്കും അല്ല. ചില റെസ്റ്റോറൻറ്റ് നമുക്ക് അവർ ഭയങ്കര കുറേ മുന്നേ വന്നതാണ്, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണോ, സ്റ്റുഡൻ്റ് ആണോ എന്നൊക്കെ ഒരു പുച്ഛ് ചോദിക്കുന്ന സ്വഭാവമാണ്. പക്ഷെ ഇവരങ്ങനെ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. മീൻസ് നമ്മളെ ഓൾറെഡി ഷോപ്പ് അടിച്ചു പോകേണ്ടവരാണ്, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. സോ ബിസിനസ് ഈസ് ബിസിനസ്. അപ്പോൾ ബിസിനസ് എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. ബിസിനസ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ട്, ശരി തന്നെ. അവർ ചെയ്ത കാര്യം നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളോട് നല്ല രീതിയിൽ പെരുമാറി ചെയ്ത ആ ഒരു എന്തുണ്ടല്ലോ, ആ ഒരു മര്യാദ, സാമാന്യ മര്യാദ, റിയലി അപ്രീഷിയേറ്റ്. അത് നിങ്ങൾ ഈ വീടിൻ്റെ ആൾക്കാർ കാണും. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത നല്ല കാര്യമാണ്. നിങ്ങൾ കീപ് ഗോയിങ് ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ബിസിനസ്. Signing out, Shiraz and Amir. All right, take care.